പ്രജിത്ത്, ഇവിടെ 39 കേസുകൾ FIRകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തത്. അനേകം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, ഈ വിമർശനം ഉന്നയിച്ച അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിൽ നേരത്തെ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ തന്നെ ചില വിമർശനങ്ങൾ സഭ്യേതരമായിരിക്കാം. അത്തരത്തിലുള്ള വിമർശനങ്ങൾ മാത്രമല്ല, കൃത്യമായ രീതിയിൽ മറ്റ് മുൻകാലങ്ങളിൽ ഏത് തരത്തിലാണോ ഈ ദുരിതാശ്വാസ നിധികൾ വകമാറ്റിയത്, അങ്ങനെയുള്ള വസ്തുതകൾ നിരത്തിയിട്ടുള്ള വിമർശനങ്ങൾക്കെതിരെ പോലും കേസെടുത്തിട്ടുണ്ടല്ലേ? KP, വിമർശനങ്ങൾക്കെതിരെയാണ് ഈ കേസുകൾ വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ജനാധിപത്യ സമൂഹമാണ്, അവിടെ വിമർശിക്കാനുള്ള അധികാരമുണ്ട്. ആ വിമർശനം അത് സാധ്യമല്ല എന്ന് പറയുന്നത് ഒരു വിധത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാരണമല്ല. കാരണം ഈ വാക്കുകളുടെ സഭ്യവും സഭ്യേതരവും ഒക്കെ പലപ്പോഴും നമ്മുടെ ഈ ഒരു വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനമാണ്. കാരണം കൊള്ളക്കാരൊക്കെ എന്നുള്ള പ്രയോഗം പലപ്പോഴും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും പൊതുവേദികളെല്ലാം ഉപയോഗിക്കുന്ന പ്രയോഗമാണ് എന്നുള്ളത് നമുക്ക് മറക്കാൻ കഴിയില്ല. ഇടതുപക്ഷ പ്രതിനിധി ചൂണ്ടിക്കാട്ടിയ ആ പരാമർശത്തെയാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ അത്തരം പരാമർശങ്ങൾ സഭ്യേതരമാകുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമായി വരുമ്പോൾ അതിൽ സഭ്യതയും സഭ്യതയും ഒക്കെ നമ്മൾ വിവക്ഷിക്കേണ്ടതാണ്, അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇത്തരം വകുപ്പുകൾ ചുമത്താൻ, ഇത്തരം വിമർശനങ്ങൾ നിലനിൽക്കുമ്പോൾ, ഇത്തരം വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ ഇത്തരം വകുപ്പുകൾ ചുമത്താനുള്ള അധികാരം സർക്കാരിനുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുകളിൽ നിൽക്കുന്ന വകുപ്പുകളൊക്കെ ഇത്തരം ചില വിഷയങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അത് ഏത് രീതിയിൽ കോടതികളിൽ നിലനിൽക്കുമെന്നുള്ള ചോദ്യമുണ്ട്. പണ്ട് മുഖ്യമന്ത്രിക്കെതിരെ സമാനമായ രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തിയതിലൊക്കെ കേസുകൾ എടുത്തതിൻ്റെയൊക്കെ ചരിത്രങ്ങളൊക്കെ നിലനിൽക്കുന്നു. 2019 മുഖ്യമന്ത്രി വിമർശിച്ചതിൻ്റെ പേരിൽ പല കേസുകളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നീട് ആ കേസുകളൊക്കെ നിലനിൽക്കാതെ പോയ സാഹചര്യങ്ങളും ഒക്കെ പലവട്ടവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്തരം കേസുകൾക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി നിയമവിദഗ്ധരിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. കാരണം ഒരു വിഷയത്തെ ചൂണ്ടിക്കാട്ടി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രി പണം നൽകണമെന്നൊരു അഭ്യർത്ഥന നടത്തുകയും ആ അഭ്യർത്ഥനയെ നിരാകരിക്കാനും അതിനെ നിഷേധിക്കാനും അതിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇത്തരം കേസുകൾ BJPയുടെ പദ്ധതി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കോടതികളിലെത്തുമ്പോൾ അത് അധികം നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നീട് പോലീസാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഏത് രീതിയിൽ കേസുകളൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കാര്യം കൃത്യമായി അവർക്ക് അറിയാവുന്നതുമാണ്. 279 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ടല്ലേ? 279 അക്കൗണ്ടുകളാണ് ഈ രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചതായി, അല്ലെങ്കിൽ ഈ CMDRFൽ പണം നൽകുന്നതിനെതിരെ പ്രചാരണം നടത്തി എന്നുള്ളതാണ് ഈ പറയുന്ന. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായി വാർത്താക്കുറിപ്പുകളൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നതും ഈ രീതിയിൽ തന്നെയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ചില കേസുകളിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കലാപാഹ്വാനം, അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമത്തിലെ ചില വകുപ്പുകളൊക്കെ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. വകുപ്പുകളുടെയൊക്കെ വെക്കുമ്പോൾ അതിൽ ഈ സഭ്യമായ അല്ലെങ്കിൽ സഭ്യേതരമായ ഭാഷകൾ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ പറഞ്ഞ നമ്മൾ പരിഗണിച്ച കേസുകളിൽ കണ്ടിട്ടില്ല. എന്തായാലും മറ്റ് കേസുകളിൽ ആ രീതിയിൽ ഉണ്ടോ എന്നുള്ളത് കൂടുതൽ FIRകൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക. പക്ഷേ അതിലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ നിയമവിദഗ്ധരുടെയൊക്കെ കൂടുതൽ പരിശോധന അതിൽ ആവശ്യമാണ്. എന്നാലും ഈ 279 അക്കൗണ്ടുകളാണ് നിലവിൽ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിക്കെതിരെയും സംസാരിച്ചതായി അല്ലെങ്കിൽ പോസ്റ്റുകൾ ഇട്ടതായി കണ്ടെത്തിയിട്ടുള്ളത്, പ്രചാരണത്തിന് ഉപയോഗിച്ചതായി കണ്ടിട്ടുള്ളത്. അതിന് ഉടൻ തന്നെ ഈ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ, സമൂഹ മാധ്യമങ്ങളുടെ ആപ്പുകളിലേക്ക് സമീപിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അപ്പോൾ ശക്തമായ നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് കോടതിയിലെത്തുമ്പോൾ മാത്രമാണ് കൃത്യമായി പറയാൻ കഴിയുക. KP, പ്രജിത് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദിലേക്ക്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദ്, ഇവിടെ നമ്മുടെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തന്നെ 39 FIRകൾ രജിസ്റ്റർ ചെയ്തു. 279 സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകി. പക്ഷേ ഇതിലൊരിടത്തും രാഷ്ട്രീയമായി, പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്, രാഷ്ട്രീയപരമായി പ്രയോഗങ്ങളുണ്ട്. ഈ കള്ളന്മാർ, കൊള്ള സംഘങ്ങൾ എന്നടക്കമുള്ള ചില പ്രയോഗങ്ങൾ, അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴികെ സഭ്യേതരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാക്കുകളുണ്ട്. മുഖ്യമന്ത്രിയായി കഴിഞ്ഞാലും മന്ത്രിമാരായി കഴിഞ്ഞാലും അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇല്ല. ഒപ്പം ശ്രീപത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വിമർശനങ്ങളാണ്. മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തുന്ന ഒരു ഇടപെടലാണ്. അതിനെ ഇത്തരത്തിലുള്ള ഒരു ഓർഡറാണ്, അല്ലെങ്കിൽ ആ ഓർഡറിൻ്റെ, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളയരുത്, വിമർശിക്കരുത് എന്ന് പറയാനുള്ള അധികാരവും സർക്കാരിനുമില്ല. അത്തരത്തിൽ വേണ്ടേ മനസ്സിലാക്കാൻ? നമുക്ക് ഈ കേസുകൾ നിൽക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട ശ്രീരാജൻ ചേട്ടൻ പറഞ്ഞു, ശരിയാണ്. കോടതി പ്രാക്ടീസ് ചെയ്തൊരു ഫാഷനാണ് ഞാൻ. ക്രിമിനൽ കേസുകൾ 100 എണ്ണം വന്നാൽ ഒരു 90-95 എണ്ണം
കോടതി വെറുതെ വിടുകയാണ്. കണ്ടസ്റ്റ് ചെയ്യുന്ന കേസുകൾ പോലും വെറുതെ വിടുകയാണ്. കാരണം അവിടെ പ്രതികളെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് ആ കേസ് തെളിയിക്കപ്പെടും. ഒരുപക്ഷെ ഈ കേസുകളൊക്കെ നല്ലൊരു ശതമാനം അങ്ങനെ പോയേക്കാം. പക്ഷെ ഇതിനുള്ള മറുവശം, നമ്മളിപ്പോ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ എങ്ങനെയും ആശ്വാസം നൽകുക, എന്തെല്ലാം രീതിയിൽ അവിടെ സഹായം നൽകുക. എല്ലാവരും അവിടെ വരുന്നു. മോഹൻലാൽ മാത്രമല്ലല്ലോ, മമ്മൂട്ടി വന്നു, യൂസഫ് അലി വന്നു, കൊല്ലത്തുനിന്ന് രവിപിള്ള വന്നു, പിന്നെ ഒത്തിരി നിരവധി ഫൗണ്ടേഷനും എല്ലാവരും. അവിടെ ജാതി മതമൊന്നുമില്ല, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ലാതെ കംപ്ലീറ്റ് ആൾക്കാർ അവിടെ വന്ന് അവരെ കൊണ്ട് ഒക്കുന്ന സഹായങ്ങളെല്ലാം നൽകുകയാണ്. അങ്ങനെ നമ്മൾ സമൂഹ മധ്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വലിയ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെതിരെ ഉണ്ടാകുന്ന ഓരോന്നും അതിനകത്ത് നിൽക്കുന്നവരെ പിന്നോട്ടടിക്കുന്നതാണ്. അതിനകത്ത് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. വളരെ അടൂർ ബൽദേവ് സച്ചിദാനന്ദൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഈ താങ്കൾ പറഞ്ഞത് ശരിയാണ്. കേരളം ഒന്നാകെ വയനാടിനൊപ്പമാണ്. കേരളം മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളും ഒന്നാകെയും വയനാടിന് സഹായഹസ്തവുമായി നീങ്ങുകയാണ്. അവർ ഓരോരുത്തരുമാണ് നീങ്ങുന്നത്. ഓരോ വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്. അങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ ചലച്ചിത്ര മേഖലയിലുള്ളവർ, സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവർ, ഇതിന് ഏറ്റവും സാധാരണക്കാർ അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ പോലും ഇത്തരത്തിലുള്ള സഹായഹസ്തങ്ങൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈയൊരു ഘട്ടത്തിൽ ആ വിമർശനങ്ങളെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചവർ പോലും തങ്ങളാൽ കഴിയുന്ന സഹായം ഈ ദുരിതബാധിതർക്ക് എത്തിച്ചു കൊടുത്തവരാണ്, അല്ലെങ്കിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവിടെ അവർ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് മുമ്പ് സംഭവിച്ച സാഹചര്യങ്ങൾ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ചില ചോദ്യങ്ങൾ അവരുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയുള്ള ഒരു വിമർശനം എന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ. അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇങ്ങനെ കേസെടുത്ത് ഒതുക്കേണ്ടതുണ്ടോ? നമ്മൾ ഒരു കൈകൊണ്ട് സഹായം ചെയ്യുകയും മറു കൈകൊണ്ട് കരണത്തടിക്കുകയും കൂടെ ചെയ്യരുത്. ഇപ്പൊ നമ്മൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, വിദേശത്തു നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് വരെ വിളിച്ച് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ലോക ജനത തന്നെ നമ്മുടെ കേരളത്തിലെ ഈ ദുരന്തമുഖത്തോട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് കേരളത്തിൽ തന്നെ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നല്ല, ഈ കേരളത്തിൽ തന്നെയുള്ള കുറെ ആൾക്കാര്, കുറെ യൂട്യൂബർമാര് വന്നു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ, അത് മാത്രമല്ല, ഇതിനകത്ത് പ്രധാനമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീരാമൻ ചേട്ടനൊക്കെ അറിയാവുന്നതാണ്, ഇവിടെ നാശങ്ങൾ സൃഷ്ടിക്കുന്നതിനകത്ത് ഒരു പരിധി വരെ ഈ യൂട്യൂബർമാരാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം ആവശ്യമില്ലാത്ത സമൂഹത്തിന് ചില പ്രസ്താവനകൾ പറഞ്ഞു വിട്ടുകൊടുത്തിട്ട് ദിവസേന ജനങ്ങളെ തമ്മിലടിപ്പിക്കുക, തമ്മിൽ വിശ്വാസക്കുറവുണ്ടാക്കുക, പരസ്പര സ്പർദ്ധ വളർത്തുക, ഒരു യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിനകത്ത് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് വിരുദ്ധ, അതിപ്പോ സംസ്ഥാന ഗവൺമെന്റ് ഇതിലെ കേന്ദ്ര ഗവൺമെന്റ് വിരുദ്ധമായിട്ട് വരുന്നുണ്ട്, നിരവധി പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് വിരുദ്ധ പ്രസ്ഥാനങ്ങൾ കൊടുക്കുക. തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, ഗവൺമെന്റ് വിരുദ്ധ പ്രസ്താവനകൾ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഇങ്ങനത്തെ പ്രത്യേകതയുണ്ട്. ഗവൺമെന്റിന് അനുകൂലമായിട്ട് പ്രസ്താവന വന്നാൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടില്ല. നമുക്കറിയാം, നിങ്ങളുടെ എല്ലാ ചാനലും ഞങ്ങൾ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നു. ആ ചർച്ചയിൽ കൂടുതലായിട്ട് യൂട്യൂബിനകത്തും മറ്റു ഇതിലൊക്കെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഗവൺമെന്റിനെതിരെ പറയുന്ന നേതാക്കന്മാരുടെയാണ് കൂടുതൽ വരുന്നത്. ഗവൺമെന്റ് അനുകൂലിച്ച് പറയുന്നത് ഞങ്ങളുടെ ഒരു കാര്യം ഒരിടത്തും സ്പ്രെഡ് ചെയ്ത് പോവുകയോ വൈറലാകാറില്ല. ഞങ്ങൾക്കെതിരെ പറയുന്നതാണ് വരുന്നത്. അത് സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്, അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിരൂക്ഷമായ ഒരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മറ്റെല്ലാം മറന്നുകൊണ്ട് നമ്മൾ അതിനെ സഹായിക്കാൻ നിൽക്കണം. അത് മാത്രമല്ല, ഈ പ്രസ്താവനകൾക്ക് മറ്റൊരു ദോഷമുണ്ട്. സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നവരെ പിന്നോട്ടടിക്കുന്ന പ്രസ്താവനയാണ്.